നിങ്ങൾക്ക് കൊല്ലം സൈഡിൽ ട്രാവൽ ചെയ്തിട്ട് എന്തെങ്കിലും സ്റ്റേ ആവശ്യമുള്ള ഒരു എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് ഒരു നല്ലൊരു ഹോട്ടലാണ് ഞങ്ങളിപ്പം സ്റ്റേ ചെയ്തത്. ഇതിൻ്റെ ജസ്റ്റ് ഒരു റിവ്യൂ ആയിട്ട് എടുക്കുവാണ്. ഇതൊരു 5 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. സോ ദിസ് ഈസ് ദ റൂം. ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. ആൻഡ് ഈ റൂം ബുക്ക് ചെയ്തതിൻ്റെ മെയിൻ റീസൺ ഞാൻ കാണിക്കാം. റൂമിൽ നിന്ന് വ്യൂ ഇതാണ് നമ്മുടെ റൂമിൻ്റെ വ്യൂ. ആൻഡ് നിങ്ങൾക്ക് നേരെ ബീച്ച് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ബെഡ്. കടന്നാലും നമുക്കിവിടെ ഇരിക്കാനായിട്ട് സ്പേസസ് ഉണ്ട്. അവിടെ ഇരുന്നാലും നമുക്ക് ഇത് തന്നെ കാണുന്നത്. സോ ദിസ് വാസ് ദ മെയിൻ റീസൺ ഈ റൂം എടുത്തത്. ഞാൻ ക്വിക്ക്ലി ഒരു റൂം ടൂർ ഒന്ന് തരാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. സോ ഞങ്ങൾ താമസിക്കുന്ന കൊല്ലത്ത് കൊയിലോൺ ബീച്ച് ഹോട്ടൽ എന്ന് പറഞ്ഞാണ്. അതൊരു 5 സ്റ്റാർ ഹോട്ടലാണ് ക്ലാസിഫൈഡ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയുണ്ട് അതെല്ലാം നമുക്ക് ക്വിക്ക്ലി നമുക്കൊന്ന് പറഞ്ഞു തീർക്കാം. ഇതാണ് നമ്മുടെ എൻട്രൻസ്. നമ്മളിവിടെ നിന്ന് കയറുന്നത്. ഇവിടെ ഒരു ലഗേജ് വയ്ക്കാനായിട്ടൊക്കെ സ്ഥലമുണ്ട്. ഇത് നമ്മുടെ വാഷ്റൂം. പിന്നെ വാഷിൽ നമുക്ക് സെപ്പറേറ്റ് വെട്ട് ഏരിയ ഉണ്ട്. ഇത് സോ അത് നല്ലതായിട്ട് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട്. ഇത് വാഷ്റൂം ഇച്ചിരി കൂടെ സ്പേഷ്യസ് ആയിരുന്നേ നല്ലതായിരുന്നു. പക്ഷേ ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്തേക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഈ ബെഡാണ്. ബെഡ് നല്ല വലിയ ബെഡാണ്. സോ സ്പേഷ്യസ് ബെഡാണ്. അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ 2 നമുക്ക് ലിവിങ് ചെയർസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ലഗേജ് വെച്ചെന്നേ ഉള്ളൂ. ഇതൊരു ടേബിളും കൂടിയാണ്. സോ ഇവിടെ നമുക്ക് ജസ്റ്റ് ഇരുന്നിട്ട് ഈ വ്യൂ നമ്മുടെ ബെഡിൽ നിന്ന് നമുക്ക് കിട്ടും. ഇത് ഇവരുടെ നോർമൽ സ്റ്റഡി ടേബിളുണ്ട്. എല്ലാ 5 സ്റ്റാർ ഹോട്ടൽസും ഉള്ള പോലെ ഈ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഈ വ്യൂക്ക് വേണ്ടി ഇത് വർത്തിട്ടാണ്. ഇവിടെ വേറെ നമുക്ക് സ്വിമ്മിംഗ് പൂളും ഉണ്ട്. ആ സ്വിമ്മിംഗ് പൂൾ ഞങ്ങൾ ഇന്നലെ എൻജോയ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. 2 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സോ വ്യൂ നിങ്ങൾക്ക് കാണാം. അങ്ങ് ദൂരെ വരെ ഈ ഗ്ലാസ് ഇച്ചിരി ഫോഗ് മിസ്റ്റ് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ അങ്ങ് ദൂരെ വരെ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് രാത്രി ഇത് നല്ലൊരു ആംബിയൻസ് ആണ്. ഈവൻ നമുക്ക് ബീച്ചിൽ പോകാൻ പറ്റും. ഈസിയാണ്. ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് എൻട്രൻസ് ആണ്. സോ നമുക്ക് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഇതല്ല. ഇതൊരു സൈഡ് എൻട്രൻസ്, ഇവർ ബാക്ക് എൻട്രൻസ് തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പോകാൻ പറ്റും. അവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പോയി നേരെ ബീച്ചിലോട്ട് നമുക്ക് പോയി ഒന്ന് ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. തിരിച്ചു വരാൻ പറ്റും. ഈ സൈഡിലോട്ട് ഇതിൻ്റെ പൂളുണ്ട്. പൂളിൻ്റെ വീഡിയോ ഞാൻ പിന്നെ തരാം. സോ പൂൾ സൈഡും ഉണ്ട് ഇവിടെ. ഇത് ആണ് ഇവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം. സോ ഇവിടെ പറഞ്ഞ പോലെ 2 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഒന്ന് ഒരു ഫിഷർമാൻസ് ബേ എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. പിന്നെ ഈ ഹോട്ടലിൽ തന്നെ അവരുടെ 5 സ്റ്റാർ റെസ്റ്റോറൻറ്റും ഉണ്ട്. 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചായിരുന്നു. ഇച്ചിരി ഡിലേ ഉണ്ട്. അത് ഫുഡിൻ്റെ ഒരു ടൈപ്പിൻ്റെ ആകാം എന്ന് അറിയാമല്ല. ഒരു 30 മിനിറ്റ്സ് ഡിലേ ഉണ്ടായിരുന്നു. 30 മിനിറ്റ്സ് പ്ലസ് ഉണ്ടായിരുന്നു. ബട്ട് ദ ഫുഡ് വാസ് ഗുഡ്. ഫുഡ് വാസ് വർത്ത് ഇറ്റ്. സോ അത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ക്വാളിറ്റി നല്ലതാണ്. സ്റ്റേ നല്ലതാണ്. AC എവറിത്തിങ് ഈസ് റിയലി ഗുഡ്. വി ആർ ഹാപ്പി വിത്ത് ദാറ്റ്. ഇതിൻ്റെ അകത്ത് നമുക്ക് സർവീസസും കുഴപ്പമില്ല. സ്റ്റാഫ് നല്ല ഫ്രണ്ട്ലി ആണ്. എല്ലാ കാര്യത്തിലും നല്ലതാണ്. സോ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. ഈ സൈഡിൽ വരുവാണെങ്കിൽ ഇതൊരു സേഫ് പ്രോപ്പർട്ടിയാണ്. ഞങ്ങളിവിടെ താമസിച്ചു. ഇഷ്ടംപോലെ ഗാർഡ്സും ഇതെല്ലാം രാത്രി മുഴുവൻ എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. സോ അങ്ങനെ നോക്കിയപ്പോഴത്തേന് നല്ല സേഫ്റ്റിയുള്ള പ്രോപ്പർട്ടിയാണ്. പിന്നെ നമുക്ക് കൊല്ലം ബീച്ചിൽ നമുക്ക് പോകാനായിട്ടാണെങ്കിലും ഈസിയാണ്. സോ അതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോഴത്തേന്, കാരണം ഇതാണ് കൊല്ലം ബീച്ച്, നേരെ നമുക്ക് ഇവിടെ തന്നെയാണ്. സോ കൊല്ലം ബീച്ചിൽ പോകാനായിട്ടും എല്ലാ കാര്യത്തിലും നമുക്ക് ഈസിയാണ്.
ഇത് ഇവിടെ എന്തെങ്കിലും നമുക്ക് ഓഫീസിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ മീറ്റിങ്സോ അല്ലെങ്കിൽ ഫാമിലിയോ എന്തെങ്കിലും കാര്യത്തിന് ഇവിടെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ട് ബുക്ക് ചെയ്യാവുന്ന ഹോട്ടലാണ്. അല്ലെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റിലാക്സേഷന് വേണ്ടി വരാനാണെങ്കിലും കുഴപ്പമില്ല. കാരണം നമുക്ക് ഉച്ചയ്ക്ക് വരാം, ഇവിടെ നിന്ന് റിലാക്സ് ചെയ്തിട്ട് ബീച്ച് സൈഡിൽ പോയിട്ട് വൈകിട്ട് നമുക്കൊന്ന് പൂളിലൊക്കെ ചാടാം. പൂളിൻ്റെ സമയം 7 to 7 ആണ്. അതിൻ്റെ ഇടയ്ക്ക് എപ്പം വേണമെങ്കിലും നമുക്ക് പൂളിൽ ചാടാം. പിന്നെ ഇവിടെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് യു ക്യാൻ റിലാക്സ് ആൻഡ് ഗോ ബാക്ക് ഹോം. സോ ദാറ്റ് വാസ് ഗുഡ്. ഇതിൻ്റെ ജസ്റ്റ് ഒരു ക്വിക്ക് റിവ്യൂ എടുക്കണം എന്ന് വിചാരിച്ചാണ്. ആർക്കെങ്കിലും ഇത് ഇവിടെ ഈ ഹോട്ടൽ ബുക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് എന്തെങ്കിലും വേറെ ഡൗട്ട്സോ എന്തെങ്കിലും ഈ സ്റ്റേയെക്കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചോദിച്ചാൽ മതി. ഐ തിങ്ക് ഐ ഹാവ് കവേർഡ് എവറിത്തിങ് ഇൻ ദ വീഡിയോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഞങ്ങളുടെ ചാനലിൽ കൊടുത്തേക്കുന്ന എല്ലാ സ്നേഹത്തിനും എല്ലാവിധ സപ്പോർട്ടിനും വി ആർ ഹാപ്പി വിത്ത് ദാറ്റ്. Thank you for that. So take care. Bye.